ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് റെസിപ്പിയാണ്. നമ്മൾ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ അതിഥികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കായ്പോള. കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കായ്പോളയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കായ്പോള എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ്, ചെറുതായി അരിഞ്ഞെടുത്തത്. അധികം പഴുക്കരുത്. ഒരു 5 മുട്ട, ആവശ്യത്തിന് പഞ്ചസാര. ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു 10-12 ഏലക്കായ് പൊടിച്ചത്, നെയ്യ്. അപ്പോൾ നമ്മൾ മിക്സിയിലോട്ട് ആദ്യം പഞ്ചസാര ചേർക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുക്കുക. ഇവിടെ എടുത്തിട്ടുള്ളത് 6 ടേബിൾ സ്പൂണാണ്. അതിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. മുട്ട എടുക്കുക, അത് പൊട്ടിച്ചൊഴിക്കുക. മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം മുട്ടയും പഞ്ചസാരയും ചേർന്ന മിക്സ് അടിച്ചെടുക്കുന്നോ അത്രത്തോളം അപ്പത്തിന് പദം കിട്ടും. അപ്പോൾ ഏലക്കായ് അതിലോട്ട് ചേർക്കാൻ മറന്നു വരുന്നു. അപ്പോൾ മിക്സി അടിക്കുന്ന സമയത്ത് ഏലക്കായ് കൂടി ചേർക്കണം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ഗ്യാസ് മേൽ വെക്കുക. അത് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലോട്ട് നെയ്യ് ഒഴിക്കുക. ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ല കേട്ടോ, നെയ്യ് തന്നെ ഒഴിക്കണം ഇതിലോട്ട്. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് പാൻ ഇളക്കി കൊടുക്കണം. ആ നെയ്യ് എല്ലാ ഭാഗത്തും ആവട്ടെ. കുറച്ചുകൂടി നെയ്യ് വേണം. കുറച്ചുകൂടി അതിലോട്ട് നെയ്യ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ച പഴം ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റണം. ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. വഴറ്റിക്കൊണ്ടേയിരിക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. സ്ലിമ്മിലിട്ടിട്ട് വഴറ്റുക. ഗ്യാസ് സ്ലിമ്മിലിട്ടിട്ടാണ് വഴറ്റേണ്ടത്. അപ്പോൾ കുറച്ചൊരു യെല്ലോ കളർ ആയിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചും കൂടി ബ്രൗണിഷ് കളറാവണം. നന്നായിട്ട് വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കണം. എന്നിട്ട് വീണ്ടും അത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലോട്ട് നമുക്ക് മുന്തിരി ചേർക്കുക. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഒരു വെതറി എല്ലാ രീതിയിലും എത്തുന്ന രീതിയിൽ വെക്കുക. അതിലോട്ട് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒഴിക്കുക കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വെക്കാൻ പാടില്ല, കരിഞ്ഞു പോകും. സ്ലിമ്മിലിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യം വരുമ്പോൾ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് നോക്കുക. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ റെഡി ആയിട്ടില്ല. സംഭവം റെഡി ആയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് റെഡി ആയിട്ടില്ല. അപ്പോൾ നമുക്കിതിലോട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക എല്ലാ ഭാഗത്തും. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നെയ്യ് തന്നെ ഉപയോഗിക്കണം. എല്ലായിടത്തും തടവി കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം.
ഓക്കെ, അപ്പോൾ ദാ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലും മക്കൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് വേണ്ടപ്പോൾ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.